Namaste children. Are you all staying safe? Hope all are very happy. Are you all studying well? I think you all are studying well. All are good children. And what about the previous lesson? Did you understand everything? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എല്ലാം 20 വരെ നമുക്ക് പഠിക്കാനുണ്ട്. 1 to 20. അത് ഹിന്ദിയിൽ പറയാനും എഴുതാനും പഠിക്കണം, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. നമ്പർ നെയിംസ്. Now we are going to start a new lesson. I want to ask some questions before starting the lesson. Which is the biggest land animal? Biggest animal on land? Everybody knows that. It's elephant. Right? എല്ലാവർക്കും അറിയാം, ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. Have you seen elephant? It's very cute animal. നല്ല ഭംഗിയുള്ള ഒരു ആനിമൽ ആണല്ലേ. എല്ലാവർക്കും തന്നെ ആനയെ ഇഷ്ടമാണ്. എവിടെയാണ് ആനയെ കാണുന്നത്? കാട്ടിലാണ് ആനയുള്ളത്. വൈൽഡ് ആനിമൽ ആണ്. എലഫന്റ് ഈസ് എ വൈൽഡ് ആനിമൽ. അപ്പൊ ആനയെ നമുക്ക് നമ്മുടെ നാട്ടിലും പരിസരത്തൊക്കെ കാണാനും പറ്റുമല്ലേ. ഉത്സവ സീസണൊക്കെ ആയ നമുക്ക് ആനയെ കാണാൻ പറ്റും. എല്ലാവരും ആനയെ കാണാൻ വേണ്ടി ഉത്സവത്തിന് പോകുന്നവരും പൂരത്തിന് പോകുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആനയെ പോലെ ഇത്രയും വലിയൊരു ജീവി, അതിന് എന്തൊക്കെയുണ്ട്? ഒരു ലോങ് ട്രങ്ക് ഉണ്ട്, വലിയ ചെവിയുണ്ട്, പിന്നെ കൊമ്പ് അല്ലെ, ടസ്ക്, ട്രങ്ക്, ടസ്ക്, ഇയേഴ്സ്. It's a big animal with a pot belly and 4 big legs, just like pillars. Now we are going to learn Hathi Raja. One lesson is there. It's not about the elephant, but we are going to learn Chandrabindu. ചന്ദ്രബിന്ദു പഠിക്കാൻ കൂടിയുള്ള ഒരു ലെസൺ ആണ്. ഹാത്തിയെ കുറിച്ച് പറയുന്നതിലൂടെ നമ്മൾ ചന്ദ്രബിന്ദു ആണ് പഠിക്കുന്നത്. ആനയെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം. നമുക്ക് അറിയാത്തത് ചന്ദ്രബിന്ദു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ചന്ദ്രബിന്ദു ഏതാണ്? അനുനാസിക് വ്യഞ്ജന്റെ ചിഹ്നമാണ്. നമുക്കത് എഴുതി നോക്കാം എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ വാക്കുകളാണ് അതിൽ വരുന്നതെന്നൊന്ന് കാണിക്കാം. ഓക്കെ, look at the board. Ha ha, hathi. hathi എന്ന് എഴുതുമ്പോൾ ധ എന്നുള്ള ലെറ്ററിന്റെ മുകളിൽ വരയ്ക്കരുത്. ഹാത്തി, ര, ര, ജ. Hathi Raja. This is the name of our lesson. Hathi Raja means elephant king. Then cha, cha, ചാന്ത്. ചാന്ത് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇതുപോലൊരു ചിഹ്നം അതിന്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ചാന്ത്. ഈ ചിഹ്നത്തിന് പറയുന്ന പേരാണ് ചന്ദ്രബിന്ദു. എന്താണ് പറയുന്നത്? ചന്ദ്രബിന്ദു. നമ്മൾ ഇതുപോലുള്ള 2 ബിന്ദുക്കൾ പഠിച്ചു. ഇത് അനുസ്വാരത്തിന് പകരവും ഇത് അനുനാസിക് വ്യഞ്ജനവും പകരവുമാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ഇത് ചാന്ത് എന്ന് എഴുതാനായിട്ട് എങ്ങനെയാണ് ആ ചിഹ്നം ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്? ച എന്നുള്ള വ്യഞ്ജനാക്ഷരത്തിന്റെ ദീർഘത്തിന്റെ മുകളിലായിട്ടാണ് ചന്ദ്രബിന്ദു നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ സൂണ്ട്. സ, സൂ, സൂ. ഇവിടെയാണ് എഴുതേണ്ടത്. സൂണ്ട്, സൂണ്ട്. എങ്ങനെ വായിക്കുന്നത്? സൂണ്ട്. ഈ ചിഹ്നത്തിന് ന എന്നുള്ള ഒരു ഉച്ചാരണം അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ സൂണ്ട്. ഇവിടെ ചന്ദ്രബിന്ദുവായി
എഴുതുന്നത്. അനുനാസിക വ്യഞ്ജനായ ന എന്നുള്ളത് ഒരു ചന്ദ്രബിന്ദുവായിട്ട് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് അതുപോലെ ഈ ചിഹ്നം വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചു പോവുക. അത് റെഡ് ലെറ്റേഴ്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, shall we start the lesson? I will read that lesson. You listen carefully. Touch with your fingertip through the lines, each and every letters, and through the lines you just move your fingers. Okay, page number 71. पाठ 12, हाथी राजा. आज चांदनी और सलीम अब्बा के साथ चिड़ियाघर गए. टिकट लेकर भीतर गए. सबसे पहले हाथी राजा दिखा. उसके 2 बड़े बड़े दांत दिख रहे थे. दांत, see which way it's written there? दांत दिख रहे थे. पर वह दांतों से नहीं खाता. हाथी अपनी लंबी सूंड से खाता है. जमीन पर गन्ने रखे थे. वह उन्हें सूंड से उठाता है और चूस कर मीठा मीठा रस पीता है. नेक्स्ट पैराग्राफ. और केले कितने केले खाए. पूरे 12 केले. 12 is 12. The numbers, गिनती. We are studying this number, so note it. 12, 12. पूरे 12 केले. कितने केले? 12 केले. वाह हाथी राजा, वाह. एक आप ही है सूंड वाले. बच्चों को हाथी राजा बहुत अच्छे लगे. Okay, got it. Now we will see the meaning in English and then we will see the Malayalam meaning. Page number 71. पाठ 12, हाथी राजा. आज चांदनी और सलीम अब्बा के साथ चिड़ियाघर गए. Today Chandni and Salim went to zoo with their father. चिड़ियाघर, zoo. आज, today. टिकट लेकर भीतर गए. They took the ticket and went inside. भीतर, inside. सबसे पहले हाथी राजा दिखा. First of all, they could see the elephant king. उसके 2 बड़े बड़े दांत दिख रहे थे. His 2 big teeth being visible. पर वह दांतों से नहीं खाता. But he doesn't eat with his teeth. हाथी अपनी लंबी सूंड से खाता है.
The elephant eats with his long trunk. लंबी long सूंड ट्रंक. ज़मीन पर गन्ने रखे थे. And there kept sugarcane on the ground. ज़मीन ground गन्ने sugarcane. वह उन्हें सूंड से उठाता है और चूस चूस कर मीठा मीठा रस पीता है. He takes that with his trunk and squeezes it and drinks the sweet juice of sugarcane. चूस कर, squeezing, sucking, these are the meaning. He squeezes the sugarcane. For what? Meetha meetha, very sweet. Ras, juice. For to drink its sweet juice. Uthata hai means takes. These are the meaning. Next paragraph. और केले and the bananas. कितने केले खाए? How many bananas he eaten? पूरे 12 केले. पूरे 12 केले. It was 12 bananas as a whole. वाह हाथी राजा, वाह. वाव एलिफेंट किंग, वाव. एक आप ही है सूंड वाले. You are the only one who's having trunk. बच्चों को हाथी राजा बहुत अच्छे लगे. And the children liked the elephant king very much. बहुत means very. अच्छे, good. They liked him very much. Now we will see the Malayalam meaning. കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ആനയെക്കുറിച്ച് മാത്രമല്ല പഠിക്കേണ്ടത്, അതിൽ ചിഹ്നങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എവിടെയെല്ലാമാണ് റെഡ് ചന്ദ്രബിന്ദു ചിഹ്നം വന്നിരിക്കുന്നത്, ഏതെല്ലാം വാക്കുകളിലാണ്, എങ്ങനെയാണത് എഴുതിയിരിക്കുന്നത്, ഏത് ലെറ്ററിൻ്റെ കൂടെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വായിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പാഠം. ഹാത്തി രാജ, ഹാത്തി ആന. രാജ എന്ന് പറഞ്ഞാൽ രാജാവിനാണ് പറയുന്നത്. ഇവിടെ ആനയെ രാജാവായി കാണുന്നതല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള മൃഗം എന്ന നിലയ്ക്കാണ് അവനെ കുട്ടികൾ ആന രാജാവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആജ് ചാന്ദിനി ഓർ സലീം അബ്ബാ കെ സാത്ത് ചിടിയാഘർ ഗയെ. ഇന്ന് ചാന്ദിനിയും സലീമും അച്ഛൻ്റെ കൂടെ മൃഗശാലയിൽ പോയി. ചിടിയാഘർ മൃഗശാല. ടിക്കറ്റ് ലേക്കർ ഭീത്തർ ഗയെ. ഒരു ടിക്കറ്റ് എടുത്ത് ആ മൃഗശാലയ്ക്ക് ഉള്ളിൽ കടന്നു. സബ്സെ പെഹലെ ഹാത്തി രാജ ദിഖ. ആദ്യം തന്നെ അവർ കണ്ടത് ആനയെയാണ്. ഉസ്കെ ദോ ബഡേ ബഡേ ദാന്ത് ദിഖ് രഹേ ഥേ. അവൻ്റെ വളരെ വലിയ പല്ലുകൾ ആണ് ആദ്യം അവർ കണ്ടത്. പർ വഹ് ദാന്തോ സെ നഹീ ഖാത്ത. അവർ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് അവൻ്റെ കൊമ്പുകളാണ് കണ്ടത്. കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ പല്ല്, നീളമുള്ള പല്ലുകൾ. ആ പല്ലുകൾ ഉപയോഗിച്ചല്ല അവൻ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെല്ലാവരും പല്ലുകൾ ഉപയോഗിച്ചാണ് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നത്. പക്ഷേ ആനയെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ആന അവൻ്റെ പല്ലുകൾ ഉപയോഗിച്ചല്ല ഭക്ഷണം
കഴിക്കുന്നത്. ഹാത്തി അപ്നി ലംബി സൂണ്ട് സേ ഖാത്താ ഹെ. ആന തൻ്റെ നീളമുള്ള തുമ്പിക്കൈ ഉപയോഗിച്ചാണ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത്. ജമീൻ പർ ഗന്നെ രഖേ ഥേ. നിലത്ത് കരിമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. വാഹ് ഉൻഹേ സൂണ്ട് സേ ഉഠാത്താ ഹെ और चूस चूस कर मीठा मीठा रस पीता है. അവൻ അവയെല്ലാം തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എടുത്തു വായിൽ ഇട്ട് ചവച്ച്. ചൂസ് ചൂസ് കർ മീൻസ് ചവച്ചരച്ച്, മീഠ മീഠ രസ് പീത്ത ഹെ അതിൽ നിന്നും ആ മധുരമുള്ള നീര് കഴിക്കുന്നതാണ് അവർ കണ്ടത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓർ കേലേ. അപ്പോൾ പഴങ്ങളോ? കിത്തനെ കേലേ ഖായേ. എത്ര പഴങ്ങളാണ് കഴിച്ചത്? പൂരെ 12 കേലേ. 12 പഴങ്ങൾ കഴിച്ചു. വാഹ് ഹാത്തി രാജ വാഹ്. ഹാത്തി രാജ നീ വളരെ അതിശയിപ്പിക്കുന്ന ഒരു മൃഗമാണ്. ഏക് ആപ് ഹി ഹൈ സൂണ്ട് വാലേ. നിനക്ക് മാത്രമേ ഈ ഭൂമിയിൽ തുമ്പിക്കൈ ഉള്ളൂ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം വേറെ മൃഗങ്ങൾക്കൊന്നും തന്നെ തുമ്പിക്കൈ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ തുമ്പിക്കൈയുള്ള ഏക മൃഗം ആനയാണ്. അപ്പോൾ ആനയെ ആ തുമ്പിക്കൈയും അതിൻ്റെ വലിയ ചെവിയും തൂണ് പോലുള്ള കാലുകളും കൊമ്പുകളും എല്ലാം കൂടി നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവന് കഴിക്കാനായിട്ട് ഒത്തിരി ഭക്ഷണം വേണം. അവന് കരിമ്പ് ഇഷ്ടമാണ്, പഴങ്ങൾ ഇഷ്ടമാണ്. അപ്പം അതെല്ലാം തിന്നുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഏക് ആപ് ഹി ഹേ സൂണ്ട് വാലേ. താങ്കളാണ് ഒരേ ഒരു തുമ്പിക്കൈയുള്ള മൃഗം. ബച്ചോ കോ ഹാത്തി രാജ ബഹോത് അച്ഛേ ലഗേ. കുട്ടികൾക്ക് ആനയെയാണ് മൃഗശാലയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത്. മൃഗശാലയിൽ ധാരാളം മൃഗങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ആ മൃഗങ്ങളിലെല്ലാം വെച്ച് ആനയെയാണ് കുട്ടികൾക്ക് ഇഷ്ടമായത്. നമുക്കും ആനയെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ? ആന ഒരു വന്യമൃഗമാണ്. പക്ഷേ നമുക്ക് നാട്ടിലെ ഉത്സവ സീസണിലൊക്കെ ആനയെ കാണാൻ കഴിയും. അപ്പോൾ ആനയേക്കാൾ ഉപരി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആ വാക്കുകളുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നമാണ്. ചാന്ദിനി, ദാന്ത്, സൂണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെ എല്ലാം മുകളിൽ ചന്ദ്രബിന്ദു കൊടുത്തിരിക്കുന്നത് എല്ലാവരും കണ്ടു കാണും. റെഡ് നിറത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വാക്കുകളിലെ അത് ആ ചിഹ്നം ഏത് അക്ഷരത്തിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചിഹ്നത്തിനെ അതെങ്ങനെയാണ് ആ അക്ഷരത്തിൻ്റെ കൂടെ വായിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. ദാന്ത്, സൂണ്ട്. അപ്പോൾ അതുപോലെ മറ്റുള്ള വാക്കുകളും കാണുമ്പോൾ ഈ ചിഹ്നം കാണുമ്പോൾ ശ്രദ്ധിക്കുക. Okay, now we will see the meaning. We are going to write the tough words and its meanings. Take one fresh page and put a line through the middle of that page. Write the day and date. Then on the first line itself write 12 Hathi Raja. Write very neatly. The next line write down Shabd or Arth. First word Hathi Raja, Elephant King, Chidiyaghar Zoo, Ticket Ticket, Bhitar Inside, Dant Teeth, Lambi Long, Soond Trunk, Zameen Land or Ground, गन्ने शुगर केन, मीठा स्वीट, 12 12. Now we will see the abhyas exercise. First one, इनके जवाब लिखो. Write the answers. का first one, बच्चे कहाँ गए. The answer is already given there. बच्चे चिड़ियाघर गए. बच्चे चिड़ियाघर
गए. Where did the children go? The children gone to the zoo. Second one, सबसे पहले कौन दिखा? First of all, whom did they see? सबसे पहले हाथी दिखा. First of all, they saw the elephant. गा, हाथी के दांत कैसे थे? How was the elephant's teeth? हाथी के दांत लंबे और सफ़ेद थे. The elephant's teeth was long and white. घा, हाथी की सूंड कैसी थी? How was the trunk of the elephant? हाथी की सूंड लंबी थी. And it was very long. Elephant's trunk was very long. ङा, हाथी ने कितने केले खाए? How many bananas did the elephant eat? हाथी ने 12 केले खाए. The elephant eaten 12 bananas. Second one, किसका नाम क्या है? Match the name with the picture. They are given 3 words and 3 pictures. You should match the correct word with the correct picture. Okay, Poonj is tail. It's done for you. It's already drawn that line. Next one, Dant, teeth. Which picture shows the teeth? You draw one line and match it with that picture. Next one, Soond, trunk. Join to that picture. Which picture you want to draw the line? Trunk. Okay. I hope you all understood up to here. നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചപ്പോൾ അന്ത്യത്തിൽ വരുന്ന 2 സ്വരാക്ഷരങ്ങൾ കൂടി പഠിച്ചു. ഏറ്റവും ലാസ്റ്റ് വരുന്ന 2 അക്ഷരങ്ങൾ പഠിച്ചു. അം, അഹ. അം എന്ന് പറയുന്ന അനുസ്വാരം നമ്മൾ പഠിച്ചു. അനുസ്വാരത്തിന്റെ ചിഹ്നവും പഠിച്ചു. ഏറ്റവും അവസാനം വരുന്നത് അഹ. ഇതുപോലൊരു അക്ഷരമുണ്ട്. അതിന് പറയുന്നതാണ് വിസർഗം. വിസർഗം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അധികം ഉപയോഗിക്കുന്നില്ല. സംസ്കൃത ഭാഷയിലാണ് അത് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതില് ആ പറഞ്ഞിട്ട് ഇതിന് ഈ ചിഹ്നം വായിക്കുന്ന ഹ, അഹ, അഹ ഇങ്ങനെ ഒരു ഉച്ചാരണം കൂടെ അതിന് കൊടുത്താണ് പറയുന്നത്. അതില് നമ്മൾ ഒരു വ്യഞ്ജൻ ധ്വനിയുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രാതഃ വാക്കില് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് ഈ ചിഹ്നം ചേർത്താൽ അത് എങ്ങനെ പറയും? പ്രാതഃ, പ്രാതഃ, പ്രാതഃകാൽ, മോർണിംഗ്, പ്രാതഃകാൽ. then പുനഃ. ഈ ചിഹ്നം ചേർത്താൽ അവിടെ ഹ എന്നുള്ള ഒരു ഉച്ചാരണം കൂടെ ഒരു സൗണ്ട് കൂടെ കൊടുക്കണം. പ്രാതഃ, പുനഃ, പുനഃ again. പ്രാതഃകാൽ സവേരെ, മോർണിംഗ്, പുനഃ again. അതാണ് മീനിങ്. അപ്പൊ ഈ 2 വാക്കുകളേ ഉള്ളൂ. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇതായിട്ട് മാത്രം അവോയ്ഡ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് അത് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക. അത് വിസർഗം എന്നാണ് പറയുന്നത്. ഓക്കെ, വി സ്റ്റഡീഡ് അപ് ടു 10 ഇൻ ഹിന്ദി. ഹിന്ദി കൗണ്ടിങ് നമ്മൾ 10 വരെ പഠിച്ചു. നൗ വി വിൽ ലേൺ അപ് ടു 20. 11 to 20. 11 തുടങ്ങി 20 വരെയുള്ള ഹിന്ദി നമുക്ക് കാണാം. അതിപ്പോ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. 15 വരെ എക്സാമിന് ചോദിക്കും. 20 വരെ ഉണ്ടാവില്ല. 15 വരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, 15 വരെ നന്നായിട്ട് എഴുതി വായിച്ചും പഠിക്കണം. പറയാനും എണ്ണാനും പഠിക്കണം. അത് ഈസി അല്ലേ? ഓക്കെ, 10 വരെയാണ് നമ്മൾ നിർത്തിയത്. നെക്സ്റ്റ് 11. എങ്ങനെയാണ് എഴുതുന്നതെന്ന് ബോർഡിലേക്ക് നോക്കുക. ലുക്ക് അറ്റ് ദ ബോർഡ്. 11, 11, 11,
Then next one, bara. Ba, ba, bara. Bara, 12. 12. Tera. Tera, 13. 13. 14. 14. 14. Next, 15. നായുടെ പകുതിയും ദായും അതിന്റെ സൈഡിൽ നിന്ന് രായുടെ ഒരു ചിഹ്നവും കൂടെയുണ്ട്. ന, ദ, നായുടെ പകുതി, ദ, then this way we want to draw one ചിഹ്ന. ന്ദ്ര, പന്ദ്ര. 15 is 15. 15. 15. 16. 16. 16. 16. 17. 17. 17. Then 18. 18. 18. Then 19. 19. 19. 20. 20. 20. Ginti, counting. Ginti, counting in Hindi. 11, 11. 12, 12. 13, 13. 14, 14. 15, 15. 16, 16. 17, 17. 18, 18. 19, 19. 20, 20. അപ്പോൾ എക്സാമിന് 16 തുടങ്ങി 20 വരെ എക്സാമിന് ചോദിക്കില്ല. 12 വരെ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. യു വാണ്ട് ടു ലേൺ അപ് ടു ഹിയർ, അപ് ടു 15. ഓക്കെ, 12 ask for the exam. 1 to 15. From this portion, the questions will be asked for the exam. Okay, so study very well. Write and study up to 15 very well. This is all for today. Whatever things we studied right now, study very well. Write and study. Each and every word, write and study. എല്ലാവരും തന്നെ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാലാണ് ഇതെല്ലാം മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ചുരുക്കി എഴുതാൻ ആൻസർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പാഠത്തിന്റെ TP എന്താണെന്നുള്ളത് ലൈവ് സ്ട്രീമിങ്ങിൽ പറയാം. അപ്പം എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. Now it's the time to wind up today's session. We will meet in the next class with a new session of our online class. Till then, stay at home, stay safe, take care, bye.